തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ ടൂറിസ്റ്റ് വിസ ഓൺ അറൈവൽ സംവിധാനം നിലവിൽ വന്നു. 11 രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഈ സൌകര്യം ലഭ്യമാകും. കേരളത്തിന്റെ ടൂറിസം വികസനത്തിന് പുതിയ സംവിധാനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ മാസം 15-നാണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ ടൂറിസ്റ്റ് വിസ ഓൺ അറൈവൽ നിലവിൽ വന്നത്. ജപ്പാൻ, സിംഗപ്പൂർ, ഫിൻലാൻഡ്, ലക്സംബർഗ്, ന്യൂസിലാൻഡ്, ഫിലിപ്പൈൻസ്, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, മ്യാൻമർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് വിമാനത്താവളങ്ങളിൽ നിന്ന് തന്നെ ടൂറിസ്റ്റ് വിസ ലഭിക്കും. രാജ്യത്ത് 8 വിമാനത്താവളങ്ങളിൽ മാത്രമാണ് ഈ സൗകര്യമുള്ളത്. വിനോദസഞ്ചാരത്തിന് പുറമെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനെത്തുന്നവർക്കും വിസ ഓൺ അറൈവൽ പ്രയോജനപ്പെടുത്താം. 60 അമേരിക്കൻ ഡോളർ നൽകിയാൽ 30 ദിവസത്തെ ടൂറിസ്റ്റ് വിസ ലഭിക്കും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സന്ദർശിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ AP അനിൽകുമാർ, VS ശിവകുമാർ എന്നിവർ വിസ ഓൺ അറൈവൽ സംവിധാനം വിലയിരുത്തി. കേരളത്തിന്റെ ടൂറിസം വികസനത്തിന് വിസ ഓൺ അറൈവൽ സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ടൂറിസത്തിന്റെ വികസന സാധ്യതയ്ക്ക് വളരെയധികം ഇത് പ്രയോജനം ചെയ്യും. ഇത് പരമാവധി ഇതിന്റെ പ്രയോജനം എടുക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കേരളത്തിന് ഇതുവരെ എത്തിപ്പെടാൻ സാധിക്കാത്ത വിനോദസഞ്ചാര വിപണികളിലേക്കുള്ള സാധ്യതകൾ പുതിയ സംവിധാനം വർദ്ധിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജപ്പാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം 5 വർഷം കൊണ്ട് 56% വർദ്ധിച്ചു. ഫിൻലാൻഡിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലും ഇരട്ടിയോളം വർധനയുണ്ടായി. സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവിലും ഗണ്യമായ വളർച്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയത്. വിസ ഓൺ അറൈവൽ സംവിധാനം മുൻനിർത്തി ഈ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ റോഡ് ഷോകളടക്കമുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം. ഇടവേള.